ബി.ജെ.പി തടയാൻ കോൺഗ്രസിന് കഴിയില്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെന്നാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ പറയുന്നത്. മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല ഇക്കുറി. കെ.ജെ. ഷൈൻ 24 മനസ്സ് തുറന്നു. കഴിഞ്ഞ പ്രാവശ്യം 2-3 വിഷയങ്ങളുണ്ട്. കേരളത്തിൻ്റെതായ ചില വിഷയങ്ങളുണ്ടായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിനകത്ത് കോൺഗ്രസ് ഒരു ബദലാണ് എന്നിവിടെ പ്രചരിപ്പിച്ചു. പക്ഷെ അത് അമ്പേ പൊളിയാണ് എന്ന് ദേശീയ രാഷ്ട്രീയം തന്നെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് കഴിഞ്ഞ ടേമിൽ കൊടുത്ത വിശ്വാസം അവരൊന്ന് പ്രതീക്ഷിച്ചു. രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് വളരെയധികം കലുഷിതമായൊരു അന്തരീക്ഷം, ജനങ്ങളുടെ ഒരു ഭയം, അപ്പോൾ അതിൽ നിന്നൊരു പ്രതീക്ഷ, ഒരു കച്ചിത്തുരുമ്പ് എന്നുള്ള രീതിയിൽ കോൺഗ്രസിനെ കണ്ടിരുന്നു. പക്ഷേ അത് അമ്പേ പരാജയമാണ് എന്ന് ജനങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടൊരു സാഹചര്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെയും താരതമ്യം ചെയ്ത് ഇപ്രാവശ്യത്തെ ഇലക്ഷനെ കാണാൻ കഴിയില്ല. ബി.ജെ.പിയെ കൂട്ടുപിടിച്ച ഹൈബീഡൻ എം.പി കൊച്ചിയുടെ വികസനത്തിന് തുരങ്കം വെച്ചെന്ന് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ ആരോപിക്കുന്നു. എറണാകുളം ആരുടെയും കുത്തക മണ്ഡലമല്ല. LDFന് ഇത്തവണ വിജയം ഉറപ്പെന്നും CN മോഹനൻ. എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോകുന്നയാൾ BJP-കാരുടെ കൂടെ കൂടിയതിനു ശേഷം കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ തുരങ്കം വയ്ക്കാനല്ല, ഈ എറണാകുളം നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ്. അതിനാണ് സ്ഥാനാർത്ഥി ജയിച്ചു വരേണ്ടത്. അപ്പോൾ അതിൽ ഞങ്ങൾ കാണുന്ന KSTA രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപികയായിട്ടുള്ള KJ ഷൈൻ ടീച്ചർ അതിന് ഏറ്റവും പറ്റിയ ആളാണ്. എറണാകുളം നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉള്ള സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ വളരെ വിജയകരമായി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എറണാകുളത്ത് ശക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കുമെന്ന് ഹൈബീഡൻ MP പ്രതികരിച്ചു. വികസന പ്രവർത്തനത്തിന് ജനം ഊട്ടുകയും UDFന് ജയം ഉറപ്പെന്നും ഹൈബീഡൻ. എറണാകുളം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്നൊരു നഗരമാണ്. ആ നഗരത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള പരിഗണനകൾ, കൂടുതൽ പദ്ധതികൾ, വികസനം ഒരു വലിയ ചർച്ചയാകുന്ന ഒന്നാണ്. എറണാകുളത്തിൻ്റെ വിവിധങ്ങളാർന്ന വിഷയങ്ങൾ, വികസന രംഗത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, നമ്മളുടെ മറ്റ് റീച്ച് ഔട്ട് പരിപാടികൾ, അതെല്ലാം പൊതുസമൂഹം വീക്ഷിക്കുന്ന ഒന്നാണ്. അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ തവണ ഇന്നത്തെ വ്യവസായ മന്ത്രി ശ്രീ P. രാജീവായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പോലെ ഒരു പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും വളരെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസവും ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുണ്ട്.